ഹായ്, ഞാൻ സജിന. ഞാൻ എടത്തല ഗ്രാമപഞ്ചായത്തിൽ ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയറായി വർക്ക് ചെയ്യുന്നു. ഞാൻ എംടെക്കിന് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ട് വഴിയാണ് ഹോളിമത അക്കാഡമിയെ കുറിച്ച് ആദ്യമായിട്ട് കേൾക്കുന്നത്. ഉടനെ ഞാൻ ആലുവ ഹോളിമത അക്കാഡമിയിൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് ചെന്നു. അവിടെ സൺഡേ ബാച്ചിലായിരുന്നു ആദ്യം ജോയിൻ ചെയ്തത്. വളരെ പെട്ടെന്ന് തന്നെ PWD ഇറിഗേഷൻ തേർഡ് ഗ്രേഡിന്റെ എക്സാം വിളിച്ചു. നിർഭാഗ്യവശാൽ അതിൽ കയറാൻ പറ്റിയില്ല. ഭയങ്കര വിഷമം ഉണ്ടായിരുന്നു അന്ന്. ഇപ്പോൾ അത് നന്നായെന്ന് തോന്നുന്നു. കാരണം അന്ന് അതിൽ കയറിയായിരുന്നെങ്കിൽ ഒരുപക്ഷെ എന്റെ പഠിത്തം അതോടുകൂടി സ്റ്റോപ്പ് ആയിക്കൊണ്ടേനെ. അതിനുശേഷം 2020 കൂടി ലോക്ക്ഡൌൺ വന്നിട്ട് ഹോളിമാത താൽക്കാലികമായിട്ട് ക്ലോസ് ചെയ്തു. അന്ന് എനിക്ക് ചെറിയ മോനുണ്ട്. അപ്പോൾ ഞങ്ങൾ അങ്ങനെയാണ് കമ്പൈൻ സ്റ്റഡി ഒരു ഗ്രൂപ്പ് തന്നെ ഫോം ചെയ്യുന്നത്. അന്ന് ഷിൻഡോ സാറ് നമ്മുടെ വീടിന്റെ അടുത്തുള്ള അല്ലെങ്കിൽ ആ ലൊക്കാലിറ്റിയിലുള്ള കുറച്ച് സ്റ്റുഡൻസ് എല്ലാം കൂടി ഒരു കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ടാക്കാൻ പറഞ്ഞ് അങ്ങനെ ഞാൻ ആമിന മിസ് നയിക്കുന്ന ഒരു കമ്പൈൻ സ്റ്റഡി ഗ്രൂപ്പിൽ വളരെ വിചാരിതമായി ജോയിൻ ചെയ്തു. അത് എൻ്റെ ലൈഫിലൊരു ടേണിംഗ് പോയിന്റ് ആണെന്ന് തന്നെ പറയാം. അങ്ങനെ ഞങ്ങൾ എൻ്റെ അകത്ത് പകലില്ലാതെ ശരിക്കും ഹാർഡ് വർക്ക് ചെയ്തു. ടൈം ഒന്നും ഉണ്ടായില്ല പ്രത്യേകിച്ച് നമുക്ക് പഠിക്കാനായിട്ട്. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റാൽ രാത്രി 1 മണി വരെ നീളുന്ന പഠനം. അതിന്റെ കൂടെ തന്നെ ഷിൻഡോ സാറിന്റെ കൃത്യമായിട്ടും ചിട്ടയായിട്ടുമുള്ള ഒരു മോട്ടിവേഷനും ക്ലാസ് ഗൈഡൻസും. ആ സമയത്ത് ഓൺലൈൻ ക്ലാസ് തുടങ്ങിയിരുന്നു. രാവിലെ 10 മണി തൊട്ട് 12 മണി വരെ ഈവനിങ് സെക്ഷനും ഉണ്ടായിരുന്നു. 7 തൊട്ട് 9 വരെ എല്ലാ ക്ലാസ്സിലും കയറും. ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ വേഗം ഗ്രൂപ്പിലെ ലിങ്ക് ഇട്ടിട്ട് അന്ന് പഠിപ്പിച്ച സബ്ജക്ട് വേഗം ഒന്ന് റിവൈസ് ചെയ്യും. അപ്പൊ മിസ് 2 മണിക്കൂർ കൊണ്ട് എടുത്ത ക്ലാസ് നമ്മൾ നിസ്സാരം ഒരു 25 മിനിറ്റ് കൊണ്ടൊക്കെ നമ്മൾ അത് വൈൻഡപ്പ് ചെയ്യും. പിന്നെ അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും സാറ് നമുക്ക് മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് തന്നിട്ടുണ്ട്. പിന്നെ ഞങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഞങ്ങളും എല്ലായിടത്തു നിന്നും കളക്ട് ചെയ്ത് മാക്സിമം ക്വസ്റ്റ്യൻസ് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ എത്ര വട്ടം ഒരു സബ്ജക്ട് റിവൈസ് ചെയ്തെന്ന് ഞങ്ങൾക്ക് പോലും അറിയില്ല. ലാസ്റ്റ് ഞങ്ങൾക്ക് പേജും എവിടെ കിടക്കുന്നതെന്ന് വരെ കാണാതെ അറിയാമായിരുന്നു. അത്രയ്ക്ക് ഞങ്ങൾ റിവൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പിന്നെ ഞങ്ങൾ ഓരോ കോഡുകൾ ഇട്ടിട്ടാണ് പഠിച്ചുകൊണ്ടിരുന്നത്. കോഡ് മീൻസ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിൽ ചെറിയ ചെറിയ കണക്റ്റഡ് ആയിട്ടുള്ള വേർഡ്സ് എന്തെങ്കിലും ഇട്ട് പഠിക്കും. അപ്പൊ നമുക്ക് വൺ വേർഡ് ആയത് കാരണം ക്വസ്റ്റ്യൻ പെട്ടെന്ന് തന്നെ കാണുമ്പോൾ തന്നെ കോഡ് ഓർമ്മ വരും. അങ്ങനെ നമുക്ക് ഡൗട്ട് ഇല്ലാണ്ട് പെട്ടെന്ന് തന്നെ അത് കറക്റ്റ് ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ വീക്ക് ആകുവാണെന്ന് മനസ്സിലാക്കാനുള്ള എന്തോ ഒരു കഴിവ് ഷിൻഡോ സാറിനുണ്ട്. നമ്മൾ വീക്ക് ആവുന്ന ആ ഒരു കറക്റ്റ് മൊമെന്റിൽ തന്നെ ഷിൻഡോ സാറ് മോട്ടിവേഷൻ വളരെ വളരെ എഫക്റ്റീവാണ് സാറിന്റെ മോട്ടിവേഷൻ. നമുക്ക് ഭയങ്കരമായിട്ട് എനർജി നമുക്ക് കിട്ടില്ല എന്ന് തോന്നണ നമ്മൾ പല വഴിക്ക് വെച്ച് നിർത്താൻ പോകുവാണെങ്കിലും സാറിന്റെ മോട്ടിവേഷൻ കേൾക്കുമ്പോൾ നമുക്ക് വീണ്ടും തുടങ്ങണം എന്ന് തോന്നും. അങ്ങനെ നമ്മൾ നിർത്താൻ സാറ് സമ്മതിക്കില്ലായിരുന്നു. സാറ് ഞാൻ ജോയിൻ ചെയ്യാൻ ചെന്നപ്പോൾ തന്നെ പറഞ്ഞത് കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കാന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്താൽ മതി. അങ്ങനെ പറഞ്ഞത് എനിക്ക് ഇപ്പോഴും ഓർക്കുന്നുണ്ട്. അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. വേറെ ഡിമാൻഡുകളൊന്നും ഉണ്ടായില്ല. ഫീസിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ പഠിക്കാൻ വരണം, അങ്ങനെയാണ് പറഞ്ഞിരുന്നത്. അങ്ങനെ ഞങ്ങള് പകലില്ലാതെ പഠിത്തം തന്നെയായിരുന്നു. വീട്ടിലും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അങ്ങനെ പിന്നെ എഴുതുന്ന എക്സാമുകളെല്ലാം ലിസ്റ്റിൽ വന്നു തുടങ്ങി. ആദ്യം റാങ്ക് പുറകിലായിരുന്നു, പിന്നെ എഴുതുന്നതിലെല്ലാം റാങ്ക് കയറി വന്നു. അപ്പൊ നമുക്ക് തന്നെ ഭയങ്കര കോൺഫിഡൻസ് ആയി, എനിക്കിത് കിട്ടും, എന്നെ കൊണ്ട് പറ്റും എന്നൊരു ഇത് നമുക്ക് മനസ്സിൽ വന്നു. പിന്നെ സാർ എപ്പോഴും പറയായിരുന്നു, നമുക്ക് എക്സാം ലിസ്റ്റിൽ കയറുന്ന ഒരു ലഹരി പോലെയാണ്. അതായത് ഒരു തവണ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എപ്പോഴും കയറാൻ തോന്നും. എനിക്കും എന്റെ അനുഭവത്തിലും അത് വളരെ സത്യമാണെന്ന് തോന്നി. പിന്നെ എഴുതുന്ന എല്ലാ എക്സാമിലും നമുക്ക് കയറണം എന്നൊരു തോന്നലും നമ്മൾ ഓട്ടോമാറ്റിക്കലി കയറും. നമ്മളെ ട്രാക്കിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല. ട്രാക്കിലേക്ക് ഇറങ്ങാനുള്ളൊരു പാടേ നമുക്ക് ആദ്യമുള്ളൂ. അങ്ങനെ എഴുതി 5-8-9 ലിസ്റ്റിൽ ഇപ്പം നിലവിലുണ്ട്. അങ്ങനെ പഠിച്ചപ്പം എനിക്ക് പറയാനുള്ളത്, ഷിൻഡോ സാറിന്റെ മെറ്റീരിയൽസിന് നമുക്ക് 100% വിശ്വസിക്കാം. അതിൽ ഓരോ സെന്റൻസും നമുക്ക് ഓരോ ക്വസ്റ്റ്യൻ, എന്നെ സംബന്ധിച്ച് എനിക്കത് ഓരോ ക്വസ്റ്റ്യൻ ആയിട്ടാണ് ഫീൽ ചെയ്തത്. കാരണം അതിൽ ഓരോ സെന്റൻസും പിന്നീട് നമ്മൾ ഓരോ ക്വസ്റ്റ്യൻ പേപ്പർ റിവൈസ് ചെയ്യുമ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പറിലെ സെയിം കിടക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. സാർ പറയുന്നത് പോലെ തന്നെ സാറ് വളരെ കൃത്യം നല്ല ചിട്ടയായ രീതിയിൽ തന്നെയാണ് നമ്മുടെ ക്ലാസ് കൊണ്ടുപോകുന്നത്. അപ്പൊ സാറ് പറയുന്നത് പോലെ, അതുപോലെ മിസ്സുമാരും എല്ലാവരും നല്ല ഡെഡിക്കേറ്റഡ് ആണ്. അവരുടെ മാക്സിമം അവർ നമ്മൾ പഠിപ്പിച്ചു തരുന്നുണ്ടായി. നമ്മളും അതനുസരിച്ച് നമ്മുടെ മാക്സിമം നമ്മളും ട്രൈ ചെയ്തു. അപ്പൊ സാറ് പറയുന്ന ചിട്ടയായ രീതിയിൽ തന്നെ എല്ലാ കാര്യങ്ങളും, സാറ് പറയുന്ന പോർഷൻസ് പഠിക്കുക, ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് റിവൈസ് ചെയ്യുക, പിന്നെ നമ്മൾ തന്നെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് നോക്കുക, എത്ര ടൈം എടുക്കും നോക്കുക ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനായിട്ടുള്ളത്. അങ്ങനെ പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നമുക്ക് എല്ലാവർക്കും കിട്ടാവുന്നതാണ് ഈ ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത്. എല്ലാവരുടെയും സ്വപ്നമായിരിക്കില്ല ഒരു ഗവൺമെന്റ് ജോലി എന്ന് പറയുന്നത്. അപ്പൊ സാറ് പറയുന്നത് പോലെ അനുസരിക്കുക, സാറിന്റെ നോട്ടുകൾ നല്ലപോലെ പഠിക്കുക.